എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള T20 പരമ്പരയിലെ ആദ്യ മത്സരം ആവേശകരമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ആദ്യം ബാറ്റുകൊണ്ട് കൊടുങ്കാറ്റായ ഇന്ത്യൻ താരങ്ങൾ പിന്നീട് പന്തുകൊണ്ട് ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ് പരമ്പരയിൽ 1-0 മുന്നിലെത്തുകയായിരുന്നു. ലോർഡ്സിലെ ചരിത്രപ്രസിദ്ധമായ മൈതാനത്ത് നടന്ന മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 261 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇംഗ്ലണ്ടിന് 18 ഓവറിൽ 195 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ടോസ് നേടിയ ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലർ ഇന്ത്യയെ ബാറ്റിംഗിനയച്ചപ്പോൾ ഇന്ത്യൻ ഓപ്പണർമാരായ വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മയും ചേർന്ന് ഇംഗ്ലീഷ് ബൌളർമാർക്ക് ഒരു ദാക്ഷിണ്യവും നൽകിയില്ല. ഇരുവരും ചേർന്ന് വെറും 6 ഓവറിൽ 80 റൺസാണ് അടിച്ചുകൂട്ടിയത്. കേവലം 20 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ വൈഭവ് ലോർഡ്സ് മൈതാനത്ത് തീപ്പൊരിയായി മാറി. തുടർന്ന് 30 പന്തിൽ 70 റൺസെടുത്ത അഭിഷേക് ശർമ്മയെ പുറത്താക്കി ബ്രൈഡൻ കാർസ് ഇംഗ്ലണ്ടിന് ആദ്യ ബ്രേക്ക് ത്രൂ നൽകി. എന്നാൽ അഭിഷേകിന് ശേഷം ക്രീസിലെത്തിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സ്കോർ ബോർഡ് അതിവേഗം ചലിപ്പിച്ചു. ഇതിനിടെ ജാമി ഓവർട്ടന്റെ ഓവറിൽ തുടർച്ചയായി 2 സിക്സറുകൾ പായിച്ച് വൈഭവ് സൂര്യവംശി തന്റെ കന്നി T20 സെഞ്ചുറിയും പൂർത്തിയാക്കി. 35 പന്തിൽ 9 ഫോറും 8 സിക്സും സഹിതം 100 റൺസ് നേടിയ വൈഭവിനെ ജോഫ്ര ആർച്ചർ പുറത്താക്കിയെങ്കിലും അതൊരു മാരക ഇന്നിംഗ്സ് ആയിരുന്നു. പിന്നീട് ക്രീസിലെത്തിയ റിങ്കു സിംഗ് ലോർഡ്സിനെ തന്റെ സ്വന്തം മൈതാനം പോലെ കണ്ടു. ബ്രൈഡൻ കാർസിന്റെ ഒരു ഓവറിൽ തുടർച്ചയായി 3 സിക്സറുകൾ പറത്തിയ റിങ്കു വെറും 10 പന്തിൽ 48 റൺസ് നേടി ഇംഗ്ലീഷ് ബൌളിംഗിനെ തകർത്തെറിഞ്ഞു. ഹാർദിക് പാണ്ഡ്യയും സഞ്ജു സാംസണും അവസാന ഓവറുകളിൽ വേഗത്തിൽ റൺസ് നേടിയതോടെ ഇന്ത്യ 20 ഓവറിൽ 260 റൺസ് എന്ന കൂറ്റൻ സ്കോർ സ്വന്തമാക്കി. 261 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിന് മോശം തുടക്കമാണ് ലഭിച്ചത്. ആദ്യ ഓവറിൽ തന്നെ അർഷ്ദീപ് സിംഗ് ഓപ്പണർ ഫിൽ സോൾട്ടിനെ ക്ലീൻ ബൌൾഡാക്കി. തുടർന്ന് ബെൻ ഡക്കറ്റും ജോസ് ബട്ട്ലറും ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും വരുൺ ചക്രവർത്തിയുടെ കറങ്ങുന്ന പന്തുകൾ ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കി. ബെൻ ഡക്കറ്റിനെ പുറത്താക്കി വരുൺ ഇന്ത്യയ്ക്ക് 2ാമത്തെ വിക്കറ്റ് സമ്മാനിച്ചു. തുടർന്ന് മുഹമ്മദ് ഷമി ബട്ട്ലറെയും ഹർഷിത് റാണ ഹാരി ബ്രൂക്കിനെയും പുറത്താക്കിയതോടെ ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾ മങ്ങി. ഒറ്റയാൾ പോരാട്ടം നടത്തിയ ലിയാം ലിവിങ്സ്റ്റോണിന് ഇംഗ്ലണ്ടിനെ വിജയത്തിലെത്തിക്കാനായില്ല. ഇന്ത്യൻ ബൌളിംഗിന് മുന്നിൽ ഇംഗ്ലണ്ട് 18 ഓവറിൽ 195 റൺസെടുത്ത് ഓൾ ഔട്ടായി. ഇന്ത്യയ്ക്ക് വേണ്ടി അർഷ്ദീപ് സിംഗും വരുൺ ചക്രവർത്തിയും 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ മുഹമ്മദ് ഷമിയും ഹർഷിത് റാണയും 2 വിക്കറ്റുകൾ വീതവും നേടി. ലോർഡ്സിൽ നടന്ന ഈ തകർപ്പൻ വിജയം ഇന്ത്യയ്ക്ക് പരമ്പരയിൽ നിർണായകമായ മുൻതൂക്കം നൽകിയിരിക്കുകയാണ്. ഈ മത്സരത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.